ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ഡിന്നർ കോംബോ ആണ് കാണിക്കുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോംബോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന ടിഷ്യൂ പേപ്പർ ദോശയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കിയത്. സാധാരണ ചെമ്മീൻ റോസ്റ്റ് അല്ല, ഇത് പയ്യോളി സ്റ്റൈലിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ്. ഈ ഒരു ടിഷ്യൂ പേപ്പർ ദോശ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടോ. ഇപ്പം അതിനൊന്ന് മോഡേൺ ആക്കി അതിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. പണ്ട് തിരുളടാന്നോ തിരുൾ ദോശ എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ് ഇത് കണ്ണൂർ വടകര ഭാഗത്തേക്കുള്ള. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള. ആരെങ്കിലും എൻ്റെ വീഡിയോ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തതാണിത്. വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 600 ഗ്രാമാണ് ഇതുള്ളത് കേട്ടോ. വലിയ ടൈപ്പ് ചെമ്മീനാണ്. ഇനി ഇതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി ഞാൻ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു കുടം ഫുള്ള് ഞാൻ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 അല്ലി ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്നും ഞാൻ നന്നാക്കി വെച്ചതാണ്. ഇത് മൂന്നും കൂടെ ഇനി നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അരക്കാനുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 1 കിലോ വരുന്ന ഒരു ചെമ്മീൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്, വലിയ ജീരകം. അത് 1 ടേബിൾ സ്പൂണാണ് എടുത്തത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്ത്. ഇനി അത് എരിവിന് വേണ്ടിയിട്ട് ഇതിൽ ചേർക്കാൻ വേണ്ടി പോണത് ഞാനിവിടെ എടുത്തത് കാശ്മീരി മുളകാണ്, കളർ വരാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മുളകായാലും പ്രശ്നമൊന്നുമില്ല. എരിവ് കുറയുകയും ചെയ്യും, ഇതാകുമ്പോൾ നല്ല കളറും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കാശ്മീരി മുളക് എടുത്തത് കേട്ടോ. അതൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമല്ല ചേർക്കുക, വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മളെ സുർക്ക ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വളരെ നൈസായിട്ട് മഷി പോലെ അരച്ചെടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കേട്ടോ. എന്നാലും അരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അരഞ്ഞിട്ടുണ്ടാവുകയും വേണം, എന്നാൽ ചെറുതായിട്ടൊരു ക്രഷ് ചെയ്യാനുള്ള ഒരു ക്രഷ് ചെയ്ത പോലെ തോന്നുകയും വേണം. ഉണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അരച്ചെടുത്തത്. ഈ ഒരു പാകത്തിൽ അരച്ചെടുക്കട്ടെ, വെള്ളമൊന്നും ചേർക്കരുത്, ഇങ്ങനെ തന്നെ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ചെമ്മീൻ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക്, വലിയ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കണ്ടില്ലേ ഇത്രയും ചെമ്മീനുണ്ട്, ഇതൊരു 600 ഗ്രാമിൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ അരച്ച മസാല ഉണ്ടല്ലോ, അതിന് നമുക്ക് ഇതിൽ തേക്കണം. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണോളം മസാല നമുക്ക് വേറെ മാറ്റി വെക്കണം കേട്ടോ. വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതവിടെ മാറ്റി വെക്കുക. 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഈ മാറ്റി വെച്ചതെന്ന് പറയുന്നത്, അതവിടെ മാറ്റി വെക്കുക. ബാക്കി മസാല ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മുഴുവനായിട്ട് ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ചെമ്മീനിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് ആ ചെമ്മീനിൽ എല്ലായിടത്തും മസാല ആവണ വരെ നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ. അത് കുറേ സമയം മീനാകുമ്പോൾ ഞാൻ എപ്പോഴും പറയല്ലോ, മീൻ അങ്ങനെ തേച്ച് ഒരുപാട് നേരം വെക്കണ്ടില്ല, പെട്ടെന്ന് മസാല പിടിക്കുന്ന സാധനമാണ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനൊരു 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. നല്ലോണം മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഇതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഞാൻ മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ, 2 ടേബിൾ സ്പൂൺ മസാല നമ്മൾ അരച്ചത് മാറ്റി വെച്ചില്ല, അതിലേക്ക് 1 കപ്പ് നിറച്ച് ഞാൻ തേങ്ങ എടുത്താണ് കേട്ടോ. ഒരു കപ്പ് മെഷറിംഗ് കപ്പാണിത്. 1 കപ്പ് നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരണ്ടിയ തേങ്ങ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആ ഒരു തേങ്ങയ്ക്ക് വേണ്ടി ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാല ആ തേങ്ങയിൽ ഫുള്ളായിട്ട് ആവുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ആ മസാല തേങ്ങയിലാവും, ഉപ്പും ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇതിപ്പം കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച തേങ്ങയാണിത്, അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ വലിയൊരു കടായിയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആണ് ഇപ്പോൾ വെച്ചത്. ഇനി അതൊന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിവേപ്പിലാണ്. അതൊന്ന് പൊട്ടിയിട്ട് അതുകൊണ്ട് കോരി മാറ്റുക കേട്ടോ. അപ്പോൾ ആ കരിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിന്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ഇനി വേണ്ടിയത് കുറച്ച് പച്ചമുളകാണ്. ഒരു 5-6 പച്ചമുളക് ഞാൻ നടുവൊന്ന് കീറിയിട്ടുണ്ട് കേട്ടോ. കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം കീറാണ്ട് പച്ചമുളക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കീറിയിട്ടുണ്ട്, രണ്ടായിട്ട് മുറിച്ചില്ല എന്നേ ഉള്ളൂ. എന്നിട്ട് അതും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അത് നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ പച്ചമുളകും ഫ്രൈ ആക്കി, അത് രണ്ടും ഞാൻ ഇനി രണ്ടും അവിടെ മാറ്റി വെക്കുക. ഇനി സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ആ തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. നമ്മൾ അരിയെ തന്നെ നിന്ന് കൊടുക്കട്ടെ, ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. നല്ലൊരു കളറിൽ ഇത് കോരി മാറ്റണം, കരിയാൻ പാടില്ല, കരിഞ്ഞൊരു ടേസ്റ്റും വരാൻ പാടില്ല. അപ്പോൾ അത് ചോക്കണനുസരിച്ച് കളർ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ അത് ഏകദേശം ഒരു പകുതി ആയിന് കേട്ടോ. നമ്മൾ ആ കാശ്മീരി മുളക് ചേർക്കണോണ്ടാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ. അതുകൊണ്ട് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വറ്റൽമുളക് ഇട്ടാൽ മതി. ഇനി കുറച്ചും കൂടെ ഒന്ന് കളർ മാറട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. ഈ ഒരു കളറിൽ കോരി മാറ്റാൻ.
ഇതിപ്പോൾ കണ്ടില്ല, നല്ല അങ്ങനെ ഇളക്കി നോക്കിയാൽ ഇങ്ങനെ കിരികിരി എന്നുള്ള ശബ്ദം ഉണ്ടാവും. നല്ല ഒരു പാകത്തിൽ മൂത്ത് വന്നാൽ അപ്പോൾ തന്നെ കോരി മാറ്റുക. ഇനി അധികം ഡാർക്ക് ആവാൻ നിൽക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അരിപ്പാണ് എടുക്കുന്നത്. അങ്ങനത്തെ ഒരു എന്താ പറയുക, കണ്ണി അടുത്തിട്ടുള്ള അരിപ്പല്ലേ, അങ്ങനത്തെ ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റുകയാണെങ്കിൽ ഈ എണ്ണ പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്ന് വാർത്തെടുക്കാൻ വേണ്ടി പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയ അരിപ്പയിൽ കൂടി ഇട്ട് കഴിച്ചാൽ തേങ്ങ അടി കൂടെ പോയി പോവും. ഇപ്പോൾ ഇത് കണ്ട, അപ്പോൾ ആ എണ്ണ മുഴുവനായിട്ട് ഇതിലേക്ക് തന്നെ വന്നാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ എണ്ണ ഇല്ല എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിലുള്ള മൊത്തം വെളിച്ചെണ്ണ ഞാൻ ചട്ടിയിലേക്ക് തന്നെ ഇട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മൾ തേങ്ങട്ട പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതവിടെ മാറ്റി വെക്കുക. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുക കേട്ടോ, ഈ ഒരു ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ ഞാൻ തേങ്ങയും കോരി മാറ്റിയാണ്. അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അവിടെ മാറ്റി വെച്ച്. ഇനിയിപ്പോൾ അടുത്തത് ഈ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മസാല വെച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെമ്മീനും ഇട്ട്, അപ്പോൾ ചെമ്മീൻ എന്താ പറയുക, ഒരു ഡാർക്ക് ബ്രൗൺ ആവണ വരെ അല്ലെങ്കിൽ മൊരീന വരെ ഒന്നും ആക്കണ്ട. നമ്മളിതിൽ തേച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, ഉള്ളി മസാല, അതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് ഈ ഒരു ചെമ്മീൻ്റെ മേലേക്ക് ഒന്ന് കോട്ടായി വന്നാൽ മതി. എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് നല്ലോണം ഒന്ന് ആ മസാലൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിന്. ഒരു 3-4 മിനിറ്റാണ് ഇപ്പോൾ ഇത് വാടാൻ വേണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ചെമ്മീനും കോരി മാറ്റാണ്, ആ മസാലയോട് കൂടി തന്നെ മാറ്റാണ്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റീനും. ഇത് കണ്ടില്ല, ഇതിങ്ങനെ വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് തന്നെ ഒരു 3 മീഡിയം സൈസ് ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചാണ്, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 കൈപ്പിടി ഉണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ 3 ഉള്ളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഉള്ളി മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്താണ്. ഇനിയിപ്പോൾ ഈ എണ്ണ ഇല്ലല്ലോ, ഒരു 2-3 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇപ്പോൾ റോസ്റ്റ് ആണല്ലോ, കുറച്ച് എണ്ണ ഉണ്ടാവണം കേട്ടോ. ഞങ്ങൾ ഇനി പറയാൻ നിൽക്കേണ്ട, ഒരുപാട് എണ്ണ വെച്ചിട്ടുണ്ടെന്നുള്ളത്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്, കുറച്ച് എണ്ണ വേണം. അപ്പോൾ ഈ ഒരു എണ്ണ കിടന്ന് ഇനി നന്നായിട്ടൊന്ന് വയന്ന് വരണം. അപ്പോൾ അതിന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഈ ഉള്ളിക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ തേങ്ങയിൽ വേറെ ഉപ്പിട്ടാണ്, അതുപോലെ തന്നെ ചെമ്മീനിൽ വേറെ ഉപ്പിട്ടാണ്, ഓരോന്നും ഇടുന്നേരം അതിന് വേണ്ടിയ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഉള്ളി വേവണ നേരം കൊണ്ട് ഇനി നമുക്ക് ദോശൻ്റെ പണി കാണിച്ചു തരാം. ഈ അരി എന്ന് പറയുന്നത് നമ്മളെ ജീരകശാല അരിയാണ്, കൈമ റൈസ് എന്നൊക്കെ പറയുന്ന ആ ഒരു അരിയാണിത് കേട്ടോ. ചെറിയ അരിയില്ലേ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ അരിയാണിത്. ഞാനൊരു 3 ഗ്ലാസ് അരി 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഒരുപാട് നേരം കുതിർക്കണം, എന്നാലാണ് ഇതിങ്ങനെ ഇത്രയും നൈസായിട്ട് നമ്മൾ കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ അങ്ങനെ പൊടിഞ്ഞ് വരിക. അങ്ങനെ ആണെങ്കിലേ ഉള്ളൂ ദോശ ശരിയായി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് ഒക്കെ കുതിർത്തി വെച്ചാൽ അതാണ് നല്ലത്. അപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് കേട്ടോ, 3 കപ്പ്. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത്. പകുതി ഞാനിപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വലിയ മിക്സി ആയതുകൊണ്ട് പകുതിയിലധികം ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ പോകും. 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതിൻ്റെ മേലെ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചോറാണ് കേട്ടോ. ചോറ് എന്ന് പറയുന്നത്, ചോറിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ നേർപകുതിയാണ് ചോറ് എടുക്കുക. അപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്, 1.5 ഗ്ലാസ് ചോറ് വേണം. അതിലിപ്പോൾ 1 കപ്പ് ചോറ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ട്രിപ്പിൽ 1/2 കപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചോറ് അരിൻ്റെ നേർപകുതി. പിന്നെ വേണ്ടത് മുട്ടയാണ്. മുട്ടൻ്റെ കണക്ക് എന്ന് പറയുന്നത് എത്രയാണോ അരി എടുക്കുന്നത് 1 കപ്പ് അരിക്ക് 2 മുട്ട എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്, അപ്പോൾ 6 മുട്ട വേണം. അപ്പോൾ ആദ്യം പകുതി മുട്ട 3 മുട്ട ഒഴിച്ച് കൊടുത്താണ്. പിന്നെ അരക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മച്ചി പോലെ അരച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് ഒഴിച്ചിട്ട് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ മാറ്റി 1 കപ്പും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് 1 കപ്പും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അത് അരഞ്ഞില്ല. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ട് അരച്ചെടുത്തത് കേട്ടോ. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ അതിലൊരു തരി പോലും ഉണ്ടാവാൻ പാടില്ല, അത്രയും നൈസായിട്ട് അരഞ്ഞ് കിട്ടണം. ഇങ്ങനെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ചാലാണ് ഇങ്ങനെ അരഞ്ഞ് കിട്ടുക. ഇല്ലാന്നുണ്ടെങ്കിൽ റവ പോലെ ഇങ്ങനെ എത്ര നമ്മൾ അരച്ചാലും ചെറുതായിട്ടൊരു തരി പോലെ വരും. അപ്പോൾ നിങ്ങൾ തലേന്ന് തന്നെ കുതിർത്തി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു അരിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഉള്ളി ഇവിടെ നന്നായിട്ട് വാടീന് കേട്ടോ. ഇതിങ്ങനെ വാടാൻ കുറച്ച് ടൈം എടുക്കും, അതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ദോശക്ക് അരക്കാൻ വേണ്ടി പോയത്. ഇതിപ്പോൾ ഒരു വലിയ സൈസ് തക്കാളി ഞാൻ ചോപ്പറിലൊന്ന് അരച്ച് വെച്ചതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയ സൈസ് തക്കാളിയാണിത്. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന ചെറുതൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ വേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ വലിയതായതുകൊണ്ടാണ് 1 എടുത്തത്. ഇനിയിപ്പോൾ ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വാടി വരണം. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതിലെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റി ഈ ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. തക്കാളി ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല. അപ്പോൾ കണ്ടില്ല, ഈ ഒരു പാകത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ കോരി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ 2 മിനിറ്റ് നേരം ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊണ്ട് നിന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു ചെമ്മീൻ്റെ മസാലേൻ്റെ ടേസ്റ്റ് ഉള്ളിലേക്കും കൂടെ ഒന്ന് ഇറങ്ങി കിട്ടുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇതിനെ പിന്നെ നമ്മൾ ടേസ്റ്റ് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണിത്.
അപ്പോൾ നന്നായിട്ട് 2 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതിൽ തീരെ വെള്ളമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് വാടിയിന്. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ റെഡിയാണോ എന്നുള്ളത്, എല്ലാം കറക്റ്റാണ്. പിന്നെ ഇതിൽ വേറെ മസാലകളൊന്നും ഞാൻ ചേർക്കൂല കേട്ടോ, ഈ ഒരൊറ്റ മസാല തന്നെയുള്ളൂ, വേറെ പൊടികളൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെക്കുക, മേലെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ആ തേങ്ങയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിലിനി വേറെ ഉപ്പോ അല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇങ്ങനത്തെ ഒരു മസാലകളും വേണ്ട, ഇത് മാത്രം മതി. തന്നെ തിന്നാൽ പൂതിയിടാത്ത അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പറാണ്. ചിലർക്കൊക്കെ അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, അറിയാത്തപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ്, പയ്യോളി സ്റ്റൈലിലുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കറിവേപ്പിലയും പച്ചമുളകും ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഞാനിപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് അവിടെ വെക്കുന്നുണ്ട്, ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് ഒരു 5-6 പച്ചമുളക് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ആ ഒരു കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇപ്പോൾ ഇത് കണ്ടോ, സൂപ്പർ ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അതിന് നമുക്ക് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ദോശൻ്റെ പണിയാണ്. ദോശ നമ്മൾ നേരത്തെ 2 ട്രിപ്പായിട്ട് അരച്ച് വെച്ച മാവാണിത്. അപ്പോൾ ഇതിപ്പം കണ്ടില്ലേ, കുറച്ച് കട്ടിയിലാണുള്ളത്. അപ്പോൾ ഇതിനെ നല്ല വെള്ളം പോലെ ആക്കിയെടുക്കണം കേട്ടോ, നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് വെള്ളം പോലെ ആക്കിയെടുക്കണം. വെള്ളത്തിന് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല, ഇഷ്ടം പോലെ ഒഴിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അരക്കണ സമയത്ത് ഞാൻ ഉപ്പിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അരക്കുമ്പിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഞാൻ അങ്ങനെ ഒരു കണക്കൊന്നും പറയുന്നില്ല, ഒരു വെള്ളം പോലെ ആവുന്ന വരെ. ഇതിനൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്ക് കോരി വയ്ക്കുമ്പോൾ പച്ചവെള്ളത്തിൻ്റെ ആ ഒരു രീതിയിലാവുന്ന വരെ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം ഇതിലേക്ക് പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 കപ്പിൻ്റെ അടുത്തുണ്ടാവും വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസി എന്ന് പറയില്ല, അങ്ങനെ ആവണം. ഇങ്ങനെ ഒഴിച്ച് നോക്കിയാൽ വെള്ളത്തിൻ്റെ ആ ഒരു രീതിയിലായിരിക്കണം. ഇത് കണ്ടില്ലേ, ഇത്രയും വെള്ളം പോലെ ആക്കിയിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുക. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എണ്ണയൊന്നും തീരെ തൊടാൻ പാടില്ല കേട്ടോ, എണ്ണ തേച്ച് തുടയ്ക്കാൻ പോലും പാടില്ല. ജസ്റ്റ് ഒന്ന് ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഈ ടിഷ്യൂലൊന്നും എണ്ണ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. ഇതിന് ചൂടായതിന് ശേഷം കയ്യിലെടുത്ത് പിടിക്കുക പാൻ കേട്ടോ. എന്നിട്ട് ഒരു കയ്യിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ അത് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അത്രയും നേരിയതായിട്ട് കിട്ടണം, അതിനാണ് അപ്പം തന്നെ ചുറ്റിക്കണം എന്ന് പറഞ്ഞത്. ഒഴിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒരു 10 സെക്കൻഡൊക്കെ എടുക്കുള്ളൂ കേട്ടോ, അപ്പോൾ തന്നെ അത് റെഡിയായി വരും. പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി വരും, കാരണം അത്രയും നേരിയതല്ല മാവ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി വരും. പിടിക്കുമ്പോൾ തന്നെ ഉണ്ട് അങ്ങനെ പൊളിഞ്ഞ് വരുന്നത്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടണമെന്നും നിർബന്ധമൊന്നുമില്ല, ഞാൻ തിരിച്ചിട്ടിട്ടാണ് എടുക്കൽ കേട്ടോ. ഞാനിപ്പോൾ 2 ഭാഗവും തിരിച്ചിട്ടിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ റെഡി ആയി. ഇനി ഒരു 10 സെക്കൻഡ് ഒരു ഭാഗം, 10 സെക്കൻഡ് ഇപ്പുറത്തെ ഭാഗവും, അത്രേ ഉള്ളൂ കേട്ടോ. പെട്ടെന്നായി കിട്ടുന്ന ദോശയാണ്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതിൻ്റെ ഒരു കട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എത്രയും നൈസ് ഉള്ളിൽ കാണുന്ന രീതിയിലാണ് ഉണ്ടാവുക, അതാണ് ഇതിന് ടിഷ്യൂ പേപ്പർ ദോശ എന്ന് പറയുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ അടുത്ത ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക, ഒരു അരക്കൈയിലൊക്കെ മതിയാവും കേട്ടോ, അത്ര ഒഴിക്കാൻ പാടുള്ളൂ. അരക്കൈയിൽ വെച്ചിട്ട് അപ്പം തന്നെ ഇത് ചുറ്റിച്ചു കൊടുക്കുക. അപ്പം നല്ല നൈസായിട്ടാണ് വരിക, അപ്പം തന്നെ അത് ഉണങ്ങും കേട്ടോ. ചുറ്റിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് ഉണങ്ങി വരും. ആറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, തിരിച്ചിടാണ്ട് കൊടുക്കുക, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ അത് 2 ഭാഗവും റെഡി ആയിന്. ഞാനിപ്പോൾ ഇത് തിരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ടിഷ്യൂ പേപ്പർ ദോശ എന്ന് പറയുന്നത്. അടിപൊളിയാണ്. ഇതേപോലെ തീരെ കട്ടി ഉണ്ടാവില്ല, എത്ര തിന്നാലും നമുക്കൊരു വയറ് നിറയാത്ത പോലെ ഉണ്ടാവും, കാരണം അത്രയും മാവ് നേരിയ മാവല്ലത്. ഇപ്പോൾ 2 പാനൊക്കെ വെച്ച് ചൂടാണെങ്കിൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിത് മൊത്തം ചുട്ടെടുത്തതാണിത്. ഇത് നോക്കി ഇതിൻ്റെ ലെയറൊക്കെ കണ്ടോ, അടിപൊളിയാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെയാണ് കഴിക്കാനും കേട്ടോ, വെറുതെ തിന്നാൻ വരെ നല്ല ടേസ്റ്റാണ്. പാലും പഞ്ചസാരയൊക്കെ വെച്ച് തിന്നാൻ നല്ല ഇഷ്ടമാണ്. അസ്ലങ്ക് അത് രാവിലെ പാലും പഞ്ചസാര വെച്ചിട്ട് കഴിക്കലുണ്ട്, രാത്രി ഡിന്നറിന് കറി കൂട്ടിയിട്ട് കഴിക്കും. രാവിലെ ആകുമ്പോൾ എന്നോട് പറയും പാലും പഞ്ചസാര ഇട്ട് തന്നേക്കെന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, ഓരോന്നോരോന്ന് ഞാൻ വിടർത്തി കാണിച്ചു തരുന്നതാണ്. അട്ടിക്ക് വെച്ചെന്ന് വെച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല, ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേറെ വേറെ എടുക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ ഒരു കട്ടി കണ്ടില്ല, തൊടുമ്പോൾ തന്നെ കീറിയൊക്കെ പോകട്ടെ, അത്രയും സോഫ്റ്റാണ്. 2 വിരലുകൊണ്ട് മുറിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ പോലത്തെ അത്രയും സോഫ്റ്റാണ്. ഇതിപ്പോൾ കീറിപ്പോയതാണ്ടില്ലേ. അപ്പോൾ അത്രയും സോഫ്റ്റാണ്. അതേപോലെ തന്നെ ഒന്ന് ചുട്ടിക്കൂട്ടി നമുക്ക് ഒരു വായിലിടാനേ ഉണ്ടാവുള്ളൂ, അത്രയും കട്ടിയും കുറവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ദോശയാണിത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, വടകരയൊക്കെ പ്യാപ്പിളാർക്ക് കൊടുക്കുന്ന സാധനമാണിത്. നമ്മൾ ഒരുപാട് തരം പത്തിരികൾ ഉണ്ടാക്കി വെക്കുമല്ലോ, വടകര, തലശ്ശേരി, കണ്ണൂർ, 3 ഭാഗത്തും ഒരേ സാധനങ്ങളാണ് ഭക്ഷണങ്ങളൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് ചുട്ടിക്കൂട്ടി കാണിച്ചു തരാം. എത്ര നമ്മൾ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല കേട്ടോ. മാറ്റി നമുക്ക് എന്താ പറയുക, പൊടിയാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത്രയും സോഫ്റ്റാണ് ദോശ എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് മാവാണ് കേട്ടോ, അതാണ് എവിടെ ഇവിടെയൊക്കെ ഓട്ട കാണുന്നത്, ലാസ്റ്റ് മാവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, എത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്.
അപ്പോൾ പണ്ടത്തെ പ്യാപ്പിളിൻ്റെ സൽക്കാരത്തിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു ദോശയാണ് ഈ ഒരു ദോശ. അതാ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പേര് എന്തോ തിരുളടാന്നോ തിരുൾ ദോശ എന്നോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇതാ ഞാൻ ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർണിഷ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ആ തേങ്ങയും പച്ചമുളകും കരിവേപ്പിലയാണ് ഞാൻ മേലെ ഇട്ട് കൊടുത്തത്. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരു കുക്കിങ്ങിൽ നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ചാൻസും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തുനിന്നുള്ള സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കാവൂ. അപ്പോൾ അത് ഞാനവിടെ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ദോശ ടിഷ്യൂ പേപ്പർ ദോശ ഞാനിപ്പോൾ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കോണാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ സൽക്കാരത്തിനൊക്കെ ഇങ്ങനെ ഒരു പരിപാടിക്കല്ലോ, പാർട്ടിക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കാണാനും നല്ല ഭംഗിയാണ്. ഈ ഭംഗിയോടെ തന്നെ എല്ലാവരും എടുത്തു പോവുകയും ചെയ്യും. പിന്നെ തിന്നാൽ അങ്ങനെ ഒരു വയറൊരു ഫുള്ളാകുന്ന ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല, ഒരു ഹെവി ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല, ലൈറ്റായിരിക്കും. അപ്പോൾ തിന്നാനും നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഈ രണ്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.